ഹലോ ഗൈസ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രൊമോയില് നമ്മുടെ മാർഗഴി പ്രിയമോളുടെ മുന്നിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ തന്നെ ആട്ടോ. എന്തായാലും പ്രിയമോൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. ഗോവിന്ദുമായിട്ടുള്ള പിണക്കം അവർക്ക് മാറ്റാൻ സാധിച്ചു. അപ്പൊ പ്രിയമോൾ ഇന്നത്തെ പ്രൊമോയിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് കേട്ടോ, മാർഗഴിയോട് നന്ദി പറയുമോ, ഗീതു ചേച്ചി വന്നത് നന്നായി, ഇപ്പൊ എന്റെയും ഏട്ടന്റെയും പിണക്കം മാറിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അതിന് പിന്നാലെ നമ്മുടെ മാർഗഴി എന്നിട്ട് നമ്മുടെ പ്രിയമോള് പറയുന്നുണ്ട്, ഓ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറും പാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രിയമോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഗീതു അല്ലാട്ടോ, നമ്മുടെ മാർഗഴിയും ഗോവിന്ദുമാണ് ഇപ്പൊ മുറിയിലുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ഗീതു ആണെന്ന് കരുതി നമ്മുടെ ഗോവിന്ദാണെങ്കിൽ മാർഗഴിയുടെ അടുത്ത് വരുന്നു, മാർഗഴിയുടെ മുന്നിൽ വെച്ച് വേഷം മാറുന്നു, ഒക്കെ ചെയ്യുവാട്ടോ. അപ്പൊ നമ്മുടെ മാർഗഴി ആണെങ്കിൽ ഇങ്ങനെ കണ്ണിങ്ങനെ ഇറുക്കി പിടിച്ച് പൂട്ടിയിരിക്കുവോ, ഇടയ്ക്ക് ഇങ്ങനെ അടങ്ങാനിട്ട് നോക്കും, അങ്ങനെയൊക്കെ നിൽക്കുവാട്ടോ. അപ്പൊ നമ്മുടെ രാധിക അമ്മയ്ക്ക് വരുണും മനസ്സിലായി മാർഗഴി ഗോവിന്ദന്റെ മുറിയിൽ പെട്ടിരിക്കുകയാണെന്ന്. എന്നിട്ട് അവര് വന്നിട്ട് ഇങ്ങനെ ഇടപെടുന്നുണ്ട് കേട്ടോ ഇവരുടെ ഇടയിൽ. നിന്നോട് സംസാരിക്കാൻ ഇപ്പൊ ഇവളുടെ അനുവാദം എനിക്ക് വേണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനത് ചോദിക്കാൻ വേണ്ടി വന്നതാന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു തക്കത്തിന് നമ്മുടെ മാർഗഴി ഓടി പോകുന്നുണ്ട് കേട്ടോ. മാർഗഴി ഓടി ചെന്ന് പെടുന്നത് നമ്മുടെ ഗീതുവിന്റെ മുന്നിലായിരിക്കും. ഗീതു ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുമായിരിക്കും. അപ്പൊ മാർഗഴി പെട്ടെന്ന് കാണുന്നത് നമ്മുടെ രേഖയുടെ മുറിയായിരിക്കും. രേഖയുടെ മുറി കയറി വേഗം തന്നെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ആ സമയത്ത് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗീതുവും നമ്മുടെ രേഖയും തമ്മിൽ എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതും നമ്മുടെ മാർഗഴി കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ പുകിലായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ, ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും നമ്മുടെ ഗീതാ ഗോവിന്ദം അല്ലെ കൂട്ടുകാർ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.